കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. വാട്സപ്പ് നമ്പർ +91 79 94 97 14 19. ഒരു വട്ടം വിളിക്കുവാനുള്ള കൺസൾട്ടേഷൻ ഫീസ് 500 രൂപ. ഗൂഗിൾ പേ ചെയ്യുക. സ്വന്തമായി ഗൂഗിൾ പേ ഇല്ല എന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിൻ്റെ ഗൂഗിൾ പേ ഉപയോഗിച്ചുകൊണ്ടും എമൗണ്ട് പേ ചെയ്യാവുന്നതാണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ കുട്ടികളെ ഭർത്താവോ അല്ലെങ്കിൽ ഭാര്യയോ മറ്റാരെങ്കിലും ഉപദ്രവിക്കുകയാണ് എന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ചും കുടുംബ കോടതി വിഷയങ്ങളിൽ കസ്റ്റഡിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തരത്തിലുള്ള ഉപദ്രവങ്ങൾ ഉണ്ടാവുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് JJ ആക്ട്, ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം അവർക്കെതിരെ കേസ് ഫയൽ ചെയ്യുവാനും, അങ്ങനെ ഫയൽ ചെയ്യുകയാണെങ്കിൽ എന്തെല്ലാം പണിഷ്മെൻറ്റുകൾ കിട്ടുമെന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ അതിനുള്ള ഉത്തരം JJ ആക്ടിൽ തന്നെ പറയുന്നുണ്ട്. സെക്ഷൻ 75 75 ഇതിനെ പറ്റിയിട്ട് പറയുന്നത്. അപ്പോൾ JJ ആക്ട് സെക്ഷൻ 75 എന്താണെന്നും അതിലെ പ്രധാനപ്പെട്ട പോയിന്റുകൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം. അതിനുശേഷം അതുമായി ബന്ധപ്പെട്ട് വരുന്ന കേസുകളെ കുറിച്ചിട്ടുള്ള വീഡിയോസും നമുക്ക് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ JJ ആക്ടിൽ സെക്ഷൻ 75 ഇങ്ങനെയാണ് പറയുന്നത്. സെക്ഷൻ 75 പ്രൊവൈഡ്സ് ഫോർ പണിഷ്മെൻറ്റ് ഇഫ് എനി പേഴ്സൺ ഹാവിംഗ് കൺട്രോൾ ഓഫ് ചൈൽഡ് അസോൾട്ട്സ്, അബാൻഡൻസ്, അബ്യൂസസ് ഓർ വിൽഫുള്ളി നെഗ്ലക്റ്റ് ദി ചൈൽഡ് എന്നുള്ളതാണ് അതിൻ്റെ ഹെഡിങ് ആയിട്ട് വരുന്നത്. 3 ഭാഗങ്ങളാണ് ഈ ആക്റ്റിൽ പറയുന്നത്. ഒന്നാമത്തെ പോയിന്റ് ഇങ്ങനെയാണ്: ഒരു കുട്ടിയുടെ യഥാർത്ഥ ഉത്തരവാദിത്തമോ നിയന്ത്രണമോ ഉള്ളവർ കുട്ടിയെ ആക്രമിക്കുകയോ ഉപേക്ഷിക്കുകയോ ദുരുപയോഗം ചെയ്യുകയോ തുറന്നു കാട്ടുകയോ മനഃപൂർവ്വം അവഗണിക്കുകയോ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ചെയ്യുകയും അതുമൂലം അത്തരം കുട്ടിക്ക് അനാവശ്യമായ മാനസികമായോ ശാരീരികമോ ആയ ബുദ്ധിമുട്ടുകൾ ഉണ്ടായാൽ 3 വർഷം വരെ നീണ്ടു നിൽക്കുന്ന തടവോ അല്ലെങ്കിൽ 1 ലക്ഷം രൂപ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ ശിക്ഷിക്കപ്പെടും. ഒപ്പം തന്നെ പറയുന്ന മറ്റൊരു പോയിന്റാണ്: ജീവശാസ്ത്രപരമായ മാതാപിതാക്കൾ കുട്ടിയെ ഉപേക്ഷിക്കുന്നത് അവരുടെ നിയന്ത്രണത്തിന് അതീതമായ സാഹചര്യങ്ങൾ മൂലമാണെന്ന് കണ്ടെത്തിയാൽ ഇത്തരം ഉപേക്ഷിക്കൽ മനഃപൂർവ്വമല്ലെന്നും അത്തരം സന്ദർഭങ്ങളിൽ ഈ വകുപ്പിലെ ശിക്ഷാ വ്യവസ്ഥകൾ ബാധകമല്ലെന്നും അനുമാനിക്കേണ്ടതാണ്. ഇതിനകത്തെ രണ്ടാമത്തെ പാരഗ്രാഫിൽ പറഞ്ഞ പോയിന്റ് എങ്ങനെയാണ്: കൂടാതെ കുട്ടിയുടെ സംരക്ഷണത്തിൽ ഏർപ്പെട്ടിട്ടുള്ള ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നതോ മാനേജ് ചെയ്യുന്നതോ ആയ ഏതെങ്കിലും വ്യക്തി അത്തരം കുറ്റകൃത്യം ചെയ്താൽ അയാൾക്ക് 5 വർഷം വരെ നീണ്ടു നിൽക്കുന്ന കഠിന തടവും പിഴയും അല്ലെങ്കിൽ രണ്ടും കൂടിയിട്ടുള്ള ശിക്ഷയും ലഭിക്കുവാനായിട്ടുള്ള ചാൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. പിന്നെ അതിൽ പറഞ്ഞ മൂന്നാമത്തെ പോയിന്റ് ഇതാണ്: മേൽപ്പറഞ്ഞ ക്രൂരത നിമിത്തം കുട്ടി ശാരീരികമായി തളർന്നിരിക്കുകയോ മാനസിക രോഗം ഉണ്ടാവുകയോ അല്ലെങ്കിൽ സ്ഥിരമായ ജോലികൾ ചെയ്യാൻ മാനസികമായി അയോഗ്യനാക്കുകയോ അല്ലെങ്കിൽ ജീവനോ കൈകാലുകൾക്കോ അപകട സാധ്യതയുള്ളതോ ആണെങ്കിൽ അത്തരം വ്യക്തി കഠിനമായ തടവിൽ ശിക്ഷിക്കപ്പെടും. 3 വർഷം വരെ ശിക്ഷിക്കപ്പെടാം. അത് 5 വർഷം വരെ ഈ തടവ്, എന്നാൽ ഇത് 10 വർഷം വരെ ഈ തടവ് ശിക്ഷ നീട്ടുവാനായിട്ട് സാധിക്കും. കൂടാതെ 5 ലക്ഷം രൂപ പിഴയും നൽകേണ്ടതായിട്ട് വരും. ഇതൊരു കൊഗ്നിസിബിൾ ഒഫൻസ് ആണ്, നോൺ വയലബിൾ ആണ്. അത് ട്രയൽ ബൈ ചിൽഡ്രൻസ് കോർട്ടിലാണ് ഈ സംഭവങ്ങളെല്ലാം നടക്കുക എന്നുള്ളൊരു പോയിന്റും ഓർത്തിരിക്കുക. എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് വിസിറ്റേഷൻ പവർ മാത്രമേ ഉള്ളൂ. നമ്മുടെ കുട്ടീനെ കസ്റ്റഡിയിലുള്ള അമ്മയോ അമ്മയുടെ വീട്ടുകാരോ അല്ലെങ്കിൽ അച്ഛനോ അച്ഛൻ്റെ വീട്ടുകാരോ ഉപദ്രവിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? അതിനുള്ള വ്യക്തമായ എവിഡൻസും ഉണ്ടെങ്കിൽ ഈ JJ ആക്ട് 75 പ്രകാരം നമുക്കൊരു കേസ് ഫയൽ ചെയ്യുവാനായിട്ട് സാധിക്കും എന്നുള്ളത് മനസ്സിലാക്കാം. ഇത് കുട്ടിയുടെ കസ്റ്റഡി കിട്ടാൻ വേണ്ടിയിട്ടില്ല, കുട്ടീനെ ഉപദ്രവിക്കുന്നവർക്കുള്ള പണിഷ്മെൻറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു ആക്ട് ഉപയോഗിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. ഈ ഒരു ഇൻഫോർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലിലേക്ക് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ആ ബെൽ ബട്ടണും എനേബിൾ ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.